നീ മൃഗസ്നേഹിയൊന്നും അല്ല, നീ റീച്ചിന് വേണ്ടിയിട്ടല്ലേ പട്ടികളുടെ വീഡിയോ ഇടുന്നത്. ആരായി പറയുന്നത് മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാൾ? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്ത കുഞ്ഞില്ലേ, അതിന് ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അവൾ ഒളിച്ചൊക്കെ നിൽക്കുകയാണ്, പെട്ടത്ത് വരുന്നില്ലെന്ന് വേണം പറയാനായിട്ട്. എന്നിട്ട് കോഴിക്കോടിൻ്റെ അകത്ത് പോയി അവരുടെ കൂടെയാണ് ഇപ്പോൾ സഹവാസം കേട്ടോ. അങ്ങോട്ട് അധികം ചെല്ലത്തില്ലല്ലോ, ഇതിനെ തിരിച്ചറിയാനും പറ്റത്തില്ല. ഇങ്ങനെ അവിടെ അതിനകത്ത് കയറും. ഭയങ്കര ഉണ്ട്. ഇപ്പം തന്നെ ഉപദ്രവിച്ചിട്ട് പോയത് കണ്ട. അതേ നമ്മുടെ കറമ്പൻ ഇടപെടുന്നുണ്ട്. അവനിത് കണ്ടിട്ട് അത്ര സൂഹിക്കുന്നില്ല. അതേണ്ട, ഒരു കാര്യമില്ലാതെ അതിനെ കയറി കടിച്ചത്. അപ്പം അവൻ കണ്ടുകൊണ്ടിരിക്കണല്ലേ, അവൾ അനങ്ങുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പറയാം. അപ്പം ഞാൻ ശർമ്മക്കുട്ടനും കൂടെ റീൽസ് ചെയ്തുകൊണ്ടിരുന്ന അറിയാമല്ലോ, ഞങ്ങൾക്ക് 40, 30, 50 ആ ലെവലിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ പോപ്പുലർ റീൽസ് എടുത്ത് നോക്കിയാൽ അറിയാം. റീൽസ് എടുത്തിട്ട് പോപ്പുലർ അടിച്ച് പ്രസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, അത്രയും ഉണ്ടായിരുന്നു. എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് എനിക്ക് വീണ്ടും റീൽസ് ചെയ്താൽ നമുക്ക് അതേപോലെ റീച്ച് കിട്ടും, സബ്സ്ക്രൈബേഴ്സും കിട്ടും, നമുക്ക് ഉറപ്പുണ്ട്. ഈ കർമ്മം വന്നതോടുകൂടിയാണ് നമ്മുടെ സുന്ദരനെ കുഞ്ഞാപ്പനെ കൊണ്ടുവന്ന് ചികിത്സിച്ച് തുടങ്ങി. അപ്പോൾ കർമ്മം വന്നപ്പോഴാണ് ശരിക്കും പറയാം കർമ്മൻ്റെ കുഞ്ഞാപ്പനോടുള്ള സ്നേഹം കാരണമാണ് നമുക്ക് ആ ഒരു സഹായം, ചികിത്സയ്ക്കുള്ള സഹായം കിട്ടിയതും. അത് ഞാൻ ആ വീഡിയോ ഇട്ടതുകൊണ്ടല്ലേ അവൻ എത്രയും ഇതാക്കാൻ പറ്റിയത്. രണ്ടാമതാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇട്ടുകൊണ്ടല്ലേ അവർക്കുള്ള ഫുഡും അവർക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടിയത്. അത് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറയണ്ട. എനിക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ അത് അവർക്ക് വേണ്ടിയിട്ടാണ്, എനിക്കായിട്ടല്ല. കാരണം എനിക്ക് ഇത്രയൊന്നും നിവൃത്തിയില്ല, ഈ 6 പേരെ സംരക്ഷിക്കാനുള്ള നിവൃത്തിയൊന്നും എനിക്കില്ല. അപ്പം എൻ്റെ ഒരു പരിധിക്കുള്ളിൽ ഞാൻ നോക്കണത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എല്ലാവരും തിരക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അല്ലാതെ ഇനിയിപ്പം ഞങ്ങൾക്ക് ഇനി റീച്ച് നേടണമെങ്കിൽ ഞാൻ ശർമ്മക്കുട്ടനും കൂടെ റീൽസ് ചെയ്താൽ മതി അല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ചുമ്മാ മനസ്സ് പഠിപ്പിക്കാനായിട്ട് ഓരോരുത്തർ ഓരോന്നും പറയുന്ന, അല്ലാതെ കാര്യമുണ്ടായിട്ടൊന്നുമല്ല. ഇപ്പം നമ്മളിത് നിർത്തണം, അതേ ഉള്ളു കാര്യം. അപ്പം ശരി, പിന്നെ കാണാം, ബൈ.